ഹലോ ഫ്രണ്ട്സ്, ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് സോഡാപ്പൊടി ചേർത്തും ഉണ്ടാക്കാം, സോഡാപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ കാണിക്കുന്നത് സോഡാപ്പൊടി ചേർക്കാത്തതാണ്. സോഡാപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായിട്ടുള്ള രീതിയിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. സോഡാപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റായിട്ടുള്ളൊരു ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ചിലർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സോഡാപ്പൊടി ചേർത്തത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ രണ്ടും രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ദോശ എന്നോ അപ്പം എന്നോ ഒക്കെ പറയാവുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് സാധാരണ പച്ചരി കഴുകി വൃത്തിയാക്കിയ ശേഷം 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഇത്. ഇനി നമുക്ക് ഈ പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഈ മിക്സിയുടെ ജാറിൽ ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം. ആദ്യം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചക്കപ്പലണ്ടി, ഒരു 1/4 കപ്പ് പച്ചക്കപ്പലണ്ടി ഞാൻ അരമണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് ഉള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് നമുക്കിതിനെ അരച്ചെടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കുറേ വെള്ളം ചേർത്ത് അരക്കരുത് കേട്ടോ. കാരണം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതെ, ഞാൻ അരച്ചെടുത്ത ആ ഒരു അരപ്പ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അത്ര ലൂസും അല്ല അത്ര കട്ടിയല്ലാത്ത ഒരു ബാറ്ററാണ് നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഇഞ്ചി അരച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഇഞ്ചി അരച്ചത് സെപ്പറേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പച്ചരി അരയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് അരച്ചാൽ മതി. പിന്നെ നല്ല പൊടിയായിട്ടുള്ള സവോള അരിഞ്ഞത് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത്. ക്യാപ്സിക്കം ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത്, കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീൻസ് ചെറുതാക്കി അരിഞ്ഞതോ ക്യാബേജോ അങ്ങനെ ഏത് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാവുന്ന വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഞാൻ വേറെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് സാധാരണ എന്നുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകളിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. പിന്നെ ഇത് തന്നെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം സോഡാപ്പൊടി ചേർക്കാതെ തയ്യാറാക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ സോഡാപ്പൊടി ചേർത്തിട്ടുള്ളതും തയ്യാറാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ച് നന്നായി ചൂടായി വന്ന ശേഷം അതിൽ ഇത്തിരി ഓയിൽ വന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുത്തു. ഇതുപോലെ ഓയിൽ ഗ്രീസ് ചെയ്യാൻ നിർബന്ധമില്ല. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ആ ബാറ്റർ ഒഴിച്ച് കൊടുത്താലും മതി. പിന്നെ ചെറിയ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു ഷേപ്പ് അതിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ 2 കയ്യിൽ ബാറ്റർ ഞാനിപ്പോൾ ഈ ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സോഡാപ്പൊടി ചേർക്കാത്ത അപ്പമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച ശേഷം 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യുക. 1 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് ഈ അപ്പത്തിനെ ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5-6 സെക്കൻഡേ വേണ്ടൂ. പിന്നെ നമുക്ക് അധികം നേരം പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ അപ്പം ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. ഇനി 2-3-4 സെക്കൻഡിന് ശേഷം നമുക്ക് നമ്മുടെ അപ്പം ഈ ഒരു ഫ്രൈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ട നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സോഡാപ്പൊടി ചേർത്തിട്ടുള്ള അപ്പം തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ആ സെയിം ബാറ്ററിൽ ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു 2 കയ്യിൽ
അപ്പത്തിൻ്റെ ആ ഒരു ബാറ്റർ ഞാനിപ്പോൾ അതേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കണ്ടോ, സോഡാപ്പൊടി നമ്മൾ ചേർത്തത് കൊണ്ട് അതുപോലെ ഇങ്ങനെ ബബിൾസ് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നന്നായിട്ട് ബബിൾസ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കൊന്ന് മൂടി വെക്കുക, 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് 3-4 മിനിറ്റും കൂടി ഒന്ന് ആ ഒരു സൈഡും കൂടി കുക്ക് ചെയ്യുക. നമ്മൾ സോഡാപ്പൊടി ചേർത്തതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മറിച്ചിടണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് എടുക്കാം. ഓൾറെഡി ഇപ്പോൾ അപ്പം വെന്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 ടൈപ്പിലുള്ള അപ്പം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഉള്ളതാണ്. പിന്നെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിട്ടുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കണം. ഇതുപോലെയുള്ള നല്ല വീഡിയോസ് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ടും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.